ഹായ് ഓൾ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇപ്പം ബോഗൺവില്ലയുടെ സീസണാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറെല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ വീട്ടിൽ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ഞാൻ നഴ്സറി പോയിട്ട് കുറച്ച് വാങ്ങിയതാണ്. വെറൈറ്റി കളേഴ്സായ റൂബി റെഡ് അതുപോലത്തെ പല കളറാണ് ഇപ്പം ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. എല്ലാവരും പല രീതിയിലാണ് ചെയ്യുക. അപ്പം ഞാനിവിടെ അത്യാവശ്യം കുറച്ച് ചാണകപ്പൊടി നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് എല്ലുപൊടി, നമ്മൾ ഈ ചെടികൾ പൂക്കാൻ വേണ്ടി എല്ലുപൊടി ഇടുന്നത് നല്ലതാണ്. എല്ലുപൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ചട്ടിയിൽ പണ്ട് തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിലെ മണ്ണെല്ലാം ഒന്ന് നല്ല രീതിയിൽ മാറ്റി ഇതിലേക്കാണ് ഞാൻ ബോഗൺവില്ല നടുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ചട്ടീനെക്കാട്ടിലും മൺചട്ടിയിലാണ് ബോഗൺവില്ല നടുന്നത് കുറച്ചും കൂടെ നല്ലത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ ഗ്രോത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം അതിൻ്റെ അകത്തെ പകുതിയോളം മണ്ണ് ഞാൻ മാറ്റി. നല്ല മണ്ണാണ്, അപ്പോൾ മണ്ണ് മൊത്തം മാറ്റി. പിന്നെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് നമ്മുടെ ചാണകപ്പൊടി ഇട്ടു. എന്നിട്ട് ഈ മണ്ണും ചാണകപ്പൊടി നല്ല രീതിയിൽ ഞാൻ മിക്സ് ആക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് നല്ലപോലെ ഇളക്കി മിക്സാക്കി. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ആക്കണം. പോട്ടിംഗ് മിക്സ്ചർ ഒരു കാരണവശാലും കട്ട പിടിക്കാൻ പാടില്ല. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ ഊർന്ന് ഇറങ്ങണം. പിന്നെ അത്യാവശ്യം കുറച്ച് നമ്മുടെ എല്ലുപൊടി ഇട്ടു. എന്നിട്ട് ഇതാണ് ഞാൻ ആദ്യം നട്ടത്. അപ്പം ഇതുപോലെ എല്ലാ ചെടികളും ഇതുപോലെയാണ് നട്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ കുറച്ച് ബോൺ മീലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ചെടികളും നട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ബോഗൺവില്ലകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 15 ദിവസം കൂടുമ്പോൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക. ആദ്യത്തെ 15 ദിവസം നിങ്ങൾ ബോൺ മീലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 15 ദിവസം ആകുമ്പോൾ NPK പോലത്തുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാം.